അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് റബീഉൽ അവ്വൽ മാസം. എല്ലാ സന്ദർഭങ്ങളിലും റസൂലിൻ്റെ ജീവിതം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. റബീഉൽ അവ്വലിൽ പ്രത്യേകമായും എല്ലായിടങ്ങളിലും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം ചർച്ചകൾ നടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം പ്രസക്തമാകുന്നത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു അനുഷ്ഠാനം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരനുഷ്ഠാനം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പ് സുന്നത്തുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് വുലിദ്തു ഫീഹി, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുഷ്ഠാനം എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ അത് ചരിത്രപരമാണ് അതിൻ്റെ പ്രാധാന്യം. ചരിത്രം എന്ന് പറയുന്നത് ശുദ്ധ ഖുർആനിൽ ഈ ഖസസ് എന്ന് പറയുന്ന വാക്കാണ് അതിന് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഖസസ് എന്നാണ്. സാധാരണ ചരിത്രത്തിന് താരീഖ് എന്നാണ് പറയുക അറബി ഭാഷയിൽ. പക്ഷെ ഖുർആനിലെവിടെയും താരീഖ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. താരീഖ് എന്ന് പറയുന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, അല്ലേ? ഡേറ്റ്, തീയതിക്ക് അറബിയിൽ താരീഖ് എന്നാണ് പറയുക. എന്നാൽ ഒരു ട്രഡീഷണൽ മെത്തഡോളജിയിൽ ചരിത്രം പറയുന്ന രീതി എന്ന് പറയുന്നത് ഡേറ്റ് വൈസ് ആണ്. ഒരു വ്യക്തിയുടെ ചരിത്രം പറയുമ്പോൾ ആ വ്യക്തി ഇന്ന ഡേറ്റിൽ ജനിച്ചു എന്ന് തുടങ്ങി ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് മരിച്ചു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതാണ് വ്യക്തികളുടെ ചരിത്രം എന്ന് പറയുന്നത്. ഒരു ജനതയുടെ ചരിത്രമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുആവിയയുടെ അമവിയ ഭരണകൂടം ഹിജ്റ ഇന്ന വർഷം ആരംഭിച്ച് ഇന്ന വർഷം അവസാനിച്ചു. അബ്ബാസിയ ഭരണകൂടം അവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അവസാനിച്ചു. അതിന് ഒരു ചരിത്രപരമായ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. അതാണ് ചരിത്രത്തിൻ്റെ ഒരു പരമ്പരാഗതമായ രീതി എന്ന് പറയുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ട്രഡീഷണലായ ഒരു ചരിത്ര ബോധന രീതി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ ഒരുപക്ഷെ ഒരു സമ്പൂർണ്ണ ചരിത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഖുർആനിക ചരിത്ര വിവരണമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റേത്. കുട്ടിക്കാലം മുതൽ, ജനനം മുതൽ എന്ന് പറയാൻ വേണമെങ്കിൽ കുട്ടിക്കാലം മുതൽ അവസാന കാലം വരെയുള്ള ചരിത്രം ഏകദേശം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണമായി ആ ഒരു സൂറത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ ജനനത്തെക്കുറിച്ച് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം, യഹ്യാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം, ഇതൊക്കെ ഖുർആനിലുണ്ട്. പക്ഷേ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാന്നുള്ളത് ഖുർആൻ നമുക്ക് കിട്ടൂല. അവരുടെ ഡെത്ത് ഓഫ് ഡേറ്റ് ഏതാന്ന് ഖുർആൻ നമുക്ക് കിട്ടൂല. കാരണം അങ്ങനെ ഒരു രീതിയല്ല ഖുർആനിൻ്റെ ചരിത്ര വിവരണ രീതി എന്ന് പറയുന്നത്. മറിച്ച് അത് കുറച്ചുകൂടി ആശയപരമാണ്. അല്ലെങ്കിൽ
സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളെയും മറ്റും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഖുർആൻ യഥാർത്ഥത്തിൽ ചരിത്രം പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നഹ്നു നഖുസ്സു അലൈക മിൻ അംബാഇർ റസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക് എന്ന് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഹൂദിന്റെ അവസാന ഭാഗത്ത്. താങ്കൾക്ക് ധാരാളം ഖസസുകൾ നാം പറഞ്ഞു നൽകുന്നുണ്ട്. എന്തിനാണത്? മാ നുസബ്ബിതു ബിഹി ഫുആദക്, താങ്കൾ നിലകൊള്ളുന്ന ആശയഭൂമിയിൽ ചാഞ്ചല്യമില്ലാതെ ഉറച്ച കാൽവെപ്പുകളുമായി മുന്നോട്ട് പോകാൻ താങ്കളെ പാകപ്പെടുത്തുന്നതാണ് ഖസസ്, ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ആ നിലക്ക് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും ഏത് സാഹചര്യങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ് പൊതുവെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ 3 വിഷയങ്ങളിൽ നിന്നുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്. അതിലൊന്നാണ് ഈ മഗാസികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം വന്ന ഒന്നായിരിക്കാം യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന ചരിത്ര ഭാഗങ്ങൾ വരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ യുദ്ധങ്ങളായിരിക്കാം അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടാവുക. അത് ഒരു നീതിപൂർവമായ ചരിത്ര അവതരണ രീതിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മഗാസി എന്ന് പറയുന്ന ഭാഗം അത് വളരെ ചെറിയൊരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ഭാഗമാണ്. മറിച്ച് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ കാലം എന്ന് പറയുന്നത് 23 വർഷമാണല്ലോ. ആ 23 വർഷക്കാലത്തിൽ യുദ്ധങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് എത്ര കാലം മാറ്റിവെച്ചു എന്ന് ചോദിച്ചാൽ നമ്മളത് ദിവസങ്ങൾ ഇങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു 3 മാസം പോലും മൊത്തം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങൾ കൂടി നമ്മൾ മൊത്തെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 3 മാസം പോലും ചിലപ്പോൾ യുദ്ധം എന്ന നിലക്ക് അതിൻ്റെ ആ പോരാട്ടങ്ങൾ നടന്ന ദിവസങ്ങളും മണിക്കൂറുകളും നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര കുറഞ്ഞ സമയമേ പ്രവാചകൻ യുദ്ധങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ മാറ്റിവെച്ചിട്ടുള്ളൂ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്ന് പറയാം. ഗസ്വത്ത്, മറ്റേത് സരിയത്താണ്, പ്രവാചകൻ പങ്കെടുക്കാത്ത പോരാട്ടങ്ങൾ. ഈ ഗസ്വത്തുകൾ എന്ന് പറയുന്നത് 28 എണ്ണമാണെന്നും 29 എണ്ണമാണെന്നും അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി പങ്കെടുത്ത ഗസ്വത്തുകൾ. പക്ഷെ ഇതിൽ യുദ്ധം എന്ന നിലക്ക് നടന്നത് ഒരു പോരാട്ടം, സംഘട്ടനം. യുദ്ധം എന്ന് പറഞ്ഞാൽ പോരാട്ടം, സംഘട്ടനമാണല്ലോ. ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനത്തിൽ ഏർപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ വിജയിക്കുകയും മറ്റൊരു വിഭാഗം ആളുകൾ പരാജയപ്പെടുകയും അതിൽ കുറെ ആളുകൾ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്ര എണ്ണം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 27 എണ്ണത്തിൽ വെറും 9 എണ്ണം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധങ്ങളിൽ യുദ്ധമായി നടന്നത്. മറ്റേതൊന്നും യഥാർത്ഥത്തിൽ യുദ്ധമേ അല്ല. അത് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞ് പങ്കെടുത്ത, അതിൽ പോരാട്ടം നടന്നു എന്ന് പറയുന്നതിൽ പോലും ചിലതിൽ ആ നിലക്ക് പോരാട്ടങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോ അതിൽ എണ്ണപ്പെടുന്നത് ഒന്ന് ബദർ, മറ്റൊന്ന് ഉഹദ്, ഖന്തഖ്. ഖന്തഖ് എന്ന് പറഞ്ഞാൽ അഹ്സാബ്. അഹ്സാബ് യഥാർത്ഥത്തിൽ ഒരു വലിയ യുദ്ധമായിട്ടൊന്നുമില്ല. അതിൽ ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം കൂടിയാണ്. അഹ്സാബ് എന്ന് പറയുന്നത് ഒരു യുദ്ധതന്ത്രമായിരുന്നു യഥാർത്ഥത്തിൽ, അല്ലെ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പേർഷ്യൻ എക്സ്പീരിയൻസ് നടപ്പിലാക്കിക്കൊണ്ട് ഒരു വലിയ പോരാട്ടം യുദ്ധമില്ലാതെ അവസാനിപ്പിച്ച ഒരു സംഭവമാണ് അഹ്സാബ് എന്ന് പറയുന്നത്. മദീനയുടെ 3 ഭാഗങ്ങളിലും കിടങ്ങു കുഴിച്ചുകൊണ്ട്
ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കാതെ. അതൊരു യുദ്ധമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവാചക ചരിത്രത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടമായി മാറേണ്ടതായിരുന്നു അഹ്സാബ്. കാരണം അഹ്സാബ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഒരുപാട് സഖ്യകക്ഷികളാണല്ലോ. മുഖ്യ ശത്രു ഇസ്ലാമാണ് എന്ന് തീരുമാനിച്ച എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കിടയിലുള്ള ശത്രുതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മുഖ്യ ശത്രുവെ ഈ ഭൂമി ലോകത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കണം എന്ന് തീരുമാനിച്ച കുറെ വിഭാഗങ്ങൾ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിയ ഒരു പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ അഹ്സാബ്. പക്ഷേ ഏകദേശം ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന ഉപരോധം മാത്രമേ അവിടെ നടന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അള്ളാഹുവിന്റെ തന്നെ ഇടപെടലിൽ ആ യുദ്ധമില്ലാതെ അവസാനിക്കുകയാണ് ചെയ്തത്. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഘട്ടനം നടന്ന യുദ്ധം എന്ന നിലക്കാണ് എണ്ണപ്പെടാറുള്ളത്. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഘട്ടനം നടന്നിട്ടില്ല. അതേപോലെ അതിൽപ്പെട്ട ഒന്നാണ് മുറൈസിയ യുദ്ധം എന്ന് പറയുന്നത്, ബനൂ ഖുറൈള യുദ്ധം, ഖൈബർ ആണ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധം എന്ന നിലക്ക് കുറച്ചുകൂടി ആളുകൾ ധാരാളമായി മരണപ്പെട്ട, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതിനേക്കാൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ധാരാളം ആളുകൾ മരിച്ച ഒരു യുദ്ധം. അതും അത്ര ധാരാളമൊന്നുമില്ല, പിന്നെ 100-ൽ താഴെയുള്ള ആളുകളാണ് അതിലും മരണപ്പെട്ടത് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും അതിലും ധാരാളം ആളുകൾ മരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത ഈ യുദ്ധങ്ങളിൽ ആകെ മരിച്ച ആളുകളുടെ എണ്ണത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവെ പറയാറുള്ളത് 1060ഓളം വരുന്ന ആളുകളാണ്. മൊത്തം ശത്രുക്കളുടെ ഭാഗത്തുനിന്നും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും രക്തസാക്ഷികളായ ആളുകളും അതേപോലെ തന്നെ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ട ആളുകളും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1000ഓളം വരുന്ന ആളുകളാണ് ആകെ മരണപ്പെട്ടിട്ടുള്ളൂ. ഇതാണ് മൊത്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ഈ യുദ്ധങ്ങളുടെ ഒരു രൂപം എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ 9 യുദ്ധങ്ങളിലാണ് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് പങ്കെടുത്ത് അത് സംഘട്ടനം എന്ന സ്വഭാവത്തിൽ പോയത്. ഫത്ഹ് മക്കയും അതിൽ എണ്ണാറുണ്ട്. ഫത്ഹ് മക്കയിലും യഥാർത്ഥത്തിൽ ഒരു രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം നടന്നിട്ടില്ല. അവിടെയും ആളുകൾ മരണപ്പെട്ടിട്ടില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇനി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഫത്ഹ് മക്ക എന്ന് പറയുന്നത് ഒരു വലിയ മുന്നേറ്റമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കയിൽ നിന്ന്, സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് പിന്നെ പോകേണ്ടി വരികയും എന്നിട്ട് തിരിച്ചു വീണ്ടും ആ മക്കയിലേക്ക് വന്ന് മക്ക അതിജയിക്കുകയും ചെയ്യുന്ന ഒരു മഹാവിപ്ലവമാണ് ഫത്ഹ് മക്ക എന്ന് പറയുന്ന, മക്ക വിജയം എന്ന് പറയുന്ന സംഭവം. പക്ഷെ അവിടെ ഒരു രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം, ഒരു സംഘട്ടനം ആ നിലക്ക് അവിടെ നടക്കുന്നില്ല. ഹുനൈൻ യുദ്ധത്തിൽ ആ നിലക്ക് സംഘട്ടനം നടന്നിട്ടുണ്ട്, പിന്നെ തായിഫ് യുദ്ധത്തിൽ സംഘട്ടനം നടന്നിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തബൂക്ക് യുദ്ധം. അതും ഒരു യുദ്ധമല്ല, തബൂക്കിൽ ഒരു യുദ്ധമേ നടന്നിട്ടില്ല. 30,000ഓളം വരുന്ന മുസ്ലിം സൈന്യം റോമിനെതിരെ പോരാടാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വിവരം പിന്നെ റോമ ഭരണകൂടം അറിഞ്ഞപ്പോ 100,000ഓളം വരുന്ന സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടെങ്കിലും ഈ മുസ്ലിം സംഘത്തോട് പോരടിച്ചുകൊണ്ട് വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന അതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, മുഅത്ത യുദ്ധം. ആ മുഅത്ത യുദ്ധത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ റോമാ സൈന്യത്തിന് വലിയ പരിക്കുണ്ടാക്കിയ ഒരു സംഘട്ടനം അതിന്റെ മുമ്പ് നടന്നതുകൊണ്ട് ഇതിലൊരിക്കലും വിജയിക്കാൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് വഴിയിൽ വെച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ചും യുദ്ധം എന്നാണ് സാധാരണ പറയാറുള്ളത്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു സംഭവമാണ്. ഇപ്പൊ ബദർ ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാല്, ബദർ എത്ര കാലം നടന്ന യുദ്ധ? ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തികച്ചില്ലാത്തൊരു യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത്. പക്ഷെ ബദർ ചരിത്രത്തിൽ ബദറുൽ കുബ്ര എന്നറിയപ്പെടാം, അല്ലെ? ബദറുൽ കുബ്ര. ആ ദിവസത്തെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല എന്ന് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ സ്വഭാവത്തിൽ മുസ്ലിം സംഘത്തെ സഹായിക്കുകയും മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് ഖുർആനിൽ വിശദമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മലക്കുകൾ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ വിശ്വാസികളെ സഹായിച്ചു. പക്ഷെ ആ പോരാട്ടം എന്ന് പറയുന്നത് റമദാൻ മാസത്തിലെ
17ാമത്തെ രാവിൽ ഏതാനും മണിക്കൂറുകൾ നടത്തിയ ആസൂത്രണവും സുബഹിക്ക് ശേഷം ഫജ്ർ നമസ്കാരത്തിന് ശേഷം വെറും 3-4 മണിക്കൂർ മാത്രം നീണ്ടു നിന്ന, ഇതിനപ്പുറം ഉണ്ടായിട്ടില്ല, 3-4 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു അതിജീവന പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത്. പക്ഷേ ആ ബദർ ചരിത്രത്തിൽ അറിയപ്പെട്ടത് ബദറുൽ കുബ്ര എന്ന പേരിലാണ്. എങ്ങനെയാണ് ബദറുൽ കുബ്രയാവുന്നത്? 1-ാം ലോക മഹായുദ്ധം പോലെ, 2-ാം ലോക മഹായുദ്ധം പോലെ, ഫ്രഞ്ച് വിപ്ലവം പോലെ, റഷ്യൻ വിപ്ലവം പോലെ ഒരു വലിയ സംഘടനമായതുകൊണ്ടല്ല, വലിയൊരു പോരാട്ടമായതുകൊണ്ടല്ല, കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണത്തിന്റെ വലുപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടം എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് അത് ചരിത്രത്തിൽ വലുപ്പമുള്ളതായി മാറുന്നത് ബദർ മുന്നോട്ട് വെച്ച ആശയമാണ്. ബദർ മുന്നോട്ട് വെച്ച ഒരു ഐഡിയോളജിയാണ്. ബദർ മുന്നോട്ട് വെച്ച ഒരു ജീവിതത്തിന്റെ സങ്കല്പമാണ്. ബദർ ഇസ്ലാമിക ചരിത്രത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ ഗതി നിർണയിച്ച ഒരു പോരാട്ടമായി മാറുന്നത് ആ സ്വഭാവത്തിലാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ പ്രസക്തമാകുന്നതും. അതിന്റെ എണ്ണം കൊണ്ടും അതിന്റെ വലുപ്പം കൊണ്ടും അതിൽ വധിക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തിന്റെ അളവ് പോലെ വെച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു യുദ്ധവും പ്രസക്തമാകുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഘടനത്തെയും ആ എണ്ണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനേ പറ്റൂല. അപ്പൊ ബദർ എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പോരാട്ടമാണ്. ഉഹദ് എന്ന് പറയുന്ന അങ്ങനെ തന്നെ ഒറ്റ ദിവസം ഉണ്ടായിട്ടുള്ളൂ. ബദറിനേക്കാൾ കുറച്ചുകൂടി മണിക്കൂറുകൾ എടുത്തിട്ടുണ്ട് എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒതുങ്ങിയ പോരാട്ടമാണ് ഉഹദ്. പക്ഷേ ബദറിനേക്കാൾ വലിയ നഷ്ടങ്ങൾ ഇസ്ലാമിനുണ്ടാക്കിയ ഒരു പോരാട്ടമായിരുന്നു ബദർ എന്ന് നമുക്കറിയാം. ഉഹദ് എന്ന് പറയുന്നത്. ബദറിൽ വിജയമായിരുന്നെങ്കിൽ ഉഹദിൽ അന്തിമഘട്ടത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു മുസ്ലിം സമൂഹത്തിന്. അതിന്റെ കാരണം സൂറത്തുൽ അൻഫാലിലും സൂറത്ത് ആൽ ഇംറാനിലും ഒക്കെ അള്ളാഹു ബദറിനെയും ഉഹദിനെയും താരതമ്യം ചെയ്തുകൊണ്ട് വളരെ വിശദമായിട്ടും ചിലത് സംഗ്രഹിച്ചുകൊണ്ടും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗസ്വത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഗസ്വത്തുകൾ ചരിത്രത്തിൽ ഇടം നേടിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗസ്വത്തുകൾ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. ആ ഗസ്വത്തുകളിലൂടെ ഇസ്ലാമിനുണ്ടായ മുന്നോട്ട് പോക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ചില തലങ്ങളുണ്ട്. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങളെല്ലാം പ്രസക്തമാകുന്നത്. യുദ്ധം അനുവദിക്കപ്പെടുന്നത് തന്നെ ഉദനലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ദുലിമു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഒരു വിഭാഗം ദുൽമിന് വിധേയമായിരിക്കുന്നു, ഒരു വിഭാഗം വലിയ തോതിൽ അങ്ങേയറ്റം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അവര് ഒരു ന്യായവുമില്ലാതെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവര് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നതല്ലാണ്ട് വേറൊന്നും അവർ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ജനത ന്യായമായ നിലനിൽപ്പ് അവർക്ക് അപകടപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം യഥാർത്ഥത്തിൽ അനുവദിക്കുന്നത്. ആ യുദ്ധത്തിന്റെ ഇസ്ലാമികമായ ന്യായം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഖുർആനിൽ രണ്ടിടങ്ങളിൽ രണ്ട് സ്വഭാവത്തിൽ ഈ ആയത്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം അനുവദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിലൂടെ നേടേണ്ടത് എന്താണ്? ഈ ഭൂമിയിൽ ഫിത്ന ഇല്ലാതായി മാറണം. ഫിത്ന ഉണ്ടാവുക എന്നതല്ല യുദ്ധത്തിന്റെ ലക്ഷ്യം, കുഴപ്പങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കുഴപ്പമില്ലാത്ത, ഫിത്നയില്ലാത്ത, ഫസാദില്ലാത്ത ഒരു ഭൂമി ഇവിടെ സൃഷ്ടിക്കപ്പെടുക എന്നതായിരുന്നു ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് വലൗലാ ദഫുല്ലാഹി നാസ ബഅദുഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉൻ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ എന്ന് ഖുർആൻ പറയുന്നത്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കുന്ന യുദ്ധം ഈ ഭൂമി ലോകത്ത് ഇല്ലാതിരുന്നുവെങ്കിൽ, ഒരു അഹിംസ എന്ന് പറയുന്നത് ചില്ലിന്റെ കൂട്ടിൽ അടച്ചു വെക്കാൻ പറ്റുന്ന നല്ല ഒരു മനോഹരമായ പ്രയോഗമാണ്. പക്ഷെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ പറ്റുന്ന നല്ല അഹിംസ എന്ന് പറയുന്നത്, അഹിംസ എന്ന് പറയുന്നത് ആ നിലക്ക് നല്ലൊരു ആശയമാണ്. പക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ എവിടെയും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ യുദ്ധങ്ങൾ വേണ്ടി വരും.
ഒരു വിഭാഗം അക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ അക്രമം കാണിക്കുന്നവരെ മറ്റൊരു വിഭാഗം പ്രതിരോധിക്കുന്ന പോരാട്ടങ്ങൾ ഈ ലോകത്ത് നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട്. അഥവാ ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനം എന്ന് പറയുന്നത് ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഒന്നാം നാൾ മുതൽ ഈ ലോകത്ത് ആരംഭിച്ചൊരു പ്രക്രിയ. അത് പല സ്വഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുണ്ടാകുമ്പോ അല്ല പറയാണ്, അങ്ങനെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കുന്ന ഇത്തരം യുദ്ധങ്ങൾ ഈ ഭൂമി ലോകത്ത് ഇല്ലാതിരുന്നുവെങ്കിൽ അള്ളാഹു 4 വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ അവിടെ എണ്ണി പറയുന്നുണ്ട്. ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ, ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ, മുശ്രിക്കുകളുടെ ആരാധനാലയങ്ങൾ, മുസ്ലിങ്ങളുടെ മസ്ജിദുകൾ. ഈ 4 വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ല പറയാണ് ഇവയൊക്കെ തകർക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ഇവയൊന്നും തകർക്കപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശം, അവരുടെ ഇസ്ലാമിന്റെ തന്നെ ഉസൂലുൽ ഫിഖിൽ ഏറ്റവും അടിസ്ഥാനപരമായി പിന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിന്റെ മനുഷ്യന്റെ ജീവൻ, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം, അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ അവന്റെ പരമ്പര, അവന്റെ വംശപരമ്പര, ഇതൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ ലക്ഷ്യമായിട്ട് ഇസ്ലാമിക ശരീഅത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ഇതൊക്കെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഫസാദും ഫിത്നയും ഇല്ലാത്ത ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടുക എന്നതാണ് യുദ്ധം അനുവദിക്കപ്പെട്ടതിന്റെ ന്യായമായി കൊണ്ട് യുദ്ധം ചെയ്യാൻ പറയുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹു അതിന്റെ ലക്ഷ്യമായി കൊണ്ട് നിർണയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വയക്കൂനദ്ദീനു കുല്ലുഹു ലില്ലാഹ്, അള്ളാന്റെ ദീന് പൂർണ്ണമായും അള്ളാഹ്ക്ക് കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ ആധിപത്യം, അള്ളാഹുവിന്റെ ദീനിന്റെ മനോഹാരിത ഈ ലോകത്തിന് അനുഭവപ്പെടുന്ന ഒരു സാമൂഹ്യ ഘടനയെ കെട്ടിപ്പടുക്കുക എന്നതും യുദ്ധത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നിർണയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും ഒരു സാമുദായികമായ താല്പര്യം എന്നതല്ല, മറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഈ ഭൂമി ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ അള്ളാഹുവാണ് ശാരിഅ്, അള്ളാഹുവാണ് ഹാക്കിം എന്ന അടിസ്ഥാനത്തിലുള്ള അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആധിപത്യം ഈ ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലാണ് മനുഷ്യ സമൂഹത്തിൽ ഫിത്നയില്ലാതെ ഫസാദില്ലാതെ ഈ ലോകത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ആ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യുദ്ധങ്ങളുടെ ലക്ഷ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ഗസ്വത്തുകളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സ്വഭാവത്തിൽ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ഫസാദ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, ഫിത്നകൾ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ പോരാട്ടങ്ങളെല്ലാം എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പോരാട്ടങ്ങൾ, ആ ഗസ്വത്തുകൾ തീർച്ചയായിട്ടും ചരിത്രപരമായി വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഗസ്വത്തുകൾ നിരന്തരമായി ഓർത്തെടുക്കുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ട് നടത്തിയ യുദ്ധങ്ങളും പ്രവാചകൻ പറഞ്ഞയച്ച സംഘങ്ങൾ നടത്തിയ പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർക്കത് വലിയ പ്രചോദനമാണ്, അത് വലിയ കരുത്തു നൽകുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ഈ ഗസ്വത്തുകൾ വലിയ തോതിൽ പ്രചോദനമേകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഗസ്വത്തുകളെ കുറിച്ച് നിരന്തരമായി പഠിക്കുക, ഗസ്വത്തുകളെ കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് സ്വഹാബികളുടെയും അതിനുശേഷമുള്ള തലമുറകളുടെയും ഒക്കെ ഒരു രീതിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അലി ബിൻ ഹുസൈൻ ബിൻ അലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, കുന്നാ നുഅല്ലിമു മഗാസി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ ഞങ്ങൾ പഠിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളും ഒക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഗസ്വത്തുകളെ കുറിച്ചും ശരീഅത്തുകളെ കുറിച്ചും ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു പ്രചോദനമുള്ള ഒരു കാര്യമാണ്. മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കാന അബി യുഅല്ലിമുന അൽ മഗാസി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ഗസ്വത്തുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുമായിരുന്നു.
വയഉദ്ദുഹ അലൈനാ വസറായാഹു വയഖൂലു യാ ബുനയ്യ ഹാദിഹി മആസിറു ആബായികും ഫലാ തുളയ്യിഉ ദിക്റഹാ. നമ്മുടെ പൂർവികരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ തലമുറയും നടത്തിയ ആ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൂർവികരായ ആളുകളുടെ ഒരു വല്ലാത്ത ഒരു പാരമ്പര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല. അതിനെക്കുറിച്ചുള്ള ദിക്ർ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് തന്റെ പിതാവ് തന്നോട് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗസ്വത്തുകളെ കുറിച്ച് നിരന്തരമായ ആലോചനകളും വായനകളും പഠനങ്ങളും ഒക്കെ ചരിത്രത്തിൽ നിരന്തരമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഗ്രന്ഥങ്ങളിലേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല, കാരണം ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗസ്വത്തുകളെ കുറിച്ചും പ്രവാചക ജീവിതത്തെ കുറിച്ചും പറയുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയുന്ന ഗ്രന്ഥങ്ങളെ കുറിച്ച് നേരത്തെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ഇനി കൂടുതൽ പ്രവേശിക്കുന്നില്ല. ആ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സീറത്തു ഇബ്നു ഇസ്ഹാഖാണ് ഒന്നാമത്തെ ചരിത്ര ഗ്രന്ഥം എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു. അത് ആ നിലക്ക് ലഭ്യമല്ലെന്നും ഇബ്നു ഹിഷാമിലൂടെ ക്രോഡീകരിക്കപ്പെട്ട ചരിത്ര ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിൽ ആ നിലക്ക് ഒരു ഗ്രന്ഥം എന്ന നിലക്ക് ഏറ്റവും പാരമ്പര്യമുള്ള ചരിത്ര ഗ്രന്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ആധികാരികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗസ്വത്തുകളെ കുറിച്ചും ശരീഅത്തുകളെ കുറിച്ചും പ്രവാചക ജീവിതത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്തപ്പെട്ട പൗരാണിക ഗ്രന്ഥങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ. അൽ ബിദായ വൻ നിഹായ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സമ്പൂർണ്ണ ചരിത്രം, പ്രവാചക ചരിത്രം എന്ന് പറയാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്ന ഒന്നാണ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ. ഈ ഗസ്വത്തുകളെ കുറിച്ചും ശരീഅത്തുകളെ കുറിച്ചും ഒക്കെ അത് ഉണ്ടായ പശ്ചാത്തലം എന്താണ്, അതിന്റെ യുദ്ധങ്ങളുടെ രൂപം എന്തായിരുന്നു, ഏത് സ്വഭാവത്തിലാണ് അത് മുന്നോട്ട് പോയത്, അതിലൂടെ എന്ത് ലക്ഷ്യമാണ് നേടിയെടുക്കാൻ സാധിച്ചത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശകലന സ്വഭാവത്തിൽ കൂടിയാണ് ആ ഗ്രന്ഥം നമുക്ക് പൊതുവെ എന്താ പറയാ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ കുറച്ചുകൂടി ഈ വാഖിദിയുടെ അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് നടത്തിയ യുദ്ധങ്ങൾ 27 യുദ്ധങ്ങളും അതേപോലെ തന്നെ ശരീഅത്തുകളെ കുറിച്ചുമൊക്കെ 3 വാള്യങ്ങളുള്ള വാഖിദിയുടെ ഈ അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ കൃത്യമായി അതിന്റെ എല്ലാ ഉള്ളടക്കങ്ങളും, ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നും കുറച്ചുകൂടി വിശദമായും കൃത്യതയോടുകൂടിയും യുദ്ധങ്ങളെ കുറിച്ചുള്ള വിശകലനത്തിൽ ഏറ്റവും പൗരാണിക ഗ്രന്ഥങ്ങളിലെ കുറച്ചുകൂടി ആധികാരികമായും വസ്തുനിഷ്ഠമായും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് വാഖിദിയുടെ അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥം എന്ന് കാണാൻ സാധിക്കും. ഖുർആന്റെയും സുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ എന്താ പറയാ പിൻബലം ഒരു മറാജികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് വാഖിദിയുടെ അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥം. ഉറുദു ഭാഷയിൽ, പക്ഷെ നമുക്കറിയാം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഷയാണ് ഉറുദു ഭാഷ എന്ന് പറയുന്നത്. ഉറുദു ഭാഷയിലും ആ നിലക്ക് ധാരാളം സീറകൾ ഉണ്ടായിട്ടുണ്ട്. അതില് അല്ലാമ ഷിബ്ലി നുമാനി മരണപ്പെട്ടതിന് ശേഷം സെയ്ദ് സുലൈമാൻ നദ്വിയും പൂർത്തീകരിച്ച അവർ രണ്ടുപേരും കൂടി എഴുതിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ഗ്രന്ഥമാണ് സീറത്തുൻ നബി എന്ന പേരിൽ തന്നെയാണ് ആ ഗ്രന്ഥമുള്ളത്. വളരെ നല്ല എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥം കൂടിയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നല്ല ആധികാരികമായ ഉറുദു ഭാഷയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് സമഗ്രമായി ഈ പറയുന്ന ഗസ്വത്തുകളെ കുറിച്ചും ശരീഅത്തുകളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒന്നാണ് അല്ലാമ ഷിബ്ലി നുഅ്മാനിയും സെയ്ദ് സുലൈമാൻ നദ്വിയും കൂടി രചിച്ച സീറത്തുൻ നബി എന്ന് പറയുന്ന ഗ്രന്ഥം. സെയ്ദ് മൗദൂദിക്ക് നല്ലൊരു സീറയുണ്ട്. സീറത്തുൻ നബി എന്ന പേരിൽ തന്നെ 2 വാള്യങ്ങളുള്ള, 2 ബൃഹത്തായ 2 വാള്യങ്ങളുള്ള സെയ്ദ് മൗദൂദിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പറയുന്ന ഗ്രന്ഥം ആ അർത്ഥത്തിൽ തന്നെ ഈ പറഞ്ഞ ആധികാരികമായ സീറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ ഉറുദുവിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട ആ നിലക്കുള്ള പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മുഹ്സിനെ ഇൻസാനിയത്ത് എന്ന് പറയുന്ന നഈം സിദ്ദീഖിയുടെ പുസ്തകം.
IPH അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് സീറ പ്രസക്തമായ ഗ്രന്ഥമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നല്ല ഒരു മനോഹരമായ സ്വഭാവത്തിൽ, ആ പേര് തന്നെ മുഹ്സിനെ ഇൻസാനിയത്ത് എന്നാണ്, ആ പേരിനോട് തന്നെ യോജിക്കുന്ന സ്വഭാവത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഉറുദുവിലുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ എല്ലാ ഭാഷകളിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം ധാരാളമായി പുസ്തകങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. അത് വീണ്ടും ഞാൻ ആവർത്തിച്ചുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഈ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, ഗസ്വത്തുകൾ എന്ന് പറയുന്നത് അതിൻ്റെ എണ്ണം കൊണ്ടും അതിൻ്റെ വലുപ്പം കൊണ്ടും അതിൽ മരിച്ച ആളുകളുടെ പട്ടികയുടെ നീണ്ട പട്ടിക ഉള്ളത് കൊണ്ടൊന്നും അല്ല അത് പ്രസക്തമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ ചെറിയ ഒരു കാലമാണ് യുദ്ധങ്ങൾക്ക് വേണ്ടി റസൂൽ ആ നിലക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷേ ആ യുദ്ധങ്ങളുടെ ഇമ്പാക്റ്റ്, ആ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ റിസൾട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിന്റെ മുന്നോട്ട് പോക്കിൽ, ഇസ്ലാമിക ചരിത്രം വളർന്നു വലുതായി ഇന്ന് കാണുന്ന സ്വഭാവത്തിൽ അത് മുന്നോട്ട് പോകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഓരോ ഗസ്വത്തുകളും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടുകൂടിയാണ് അത് ചരിത്രത്തിൽ പ്രസക്തമാകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് വലിയ തോതിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏത് സാഹചര്യങ്ങളാണെങ്കിലും, എത്ര പ്രതികൂലമായ കാലാവസ്ഥകളാണെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ ഗസ്വത്തുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നത് അതിന്റെ ചരിത്ര പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം എണ്ണത്തിന്റെ സംഗതിയല്ല ഖുർആൻ. പിന്നെ ജാലൂത്ത് താലൂത്ത് സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ അള്ളാന്റെ അനുമതി പ്രകാരം എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങൾ അതിജയിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് ഖുർആൻ പറയുന്നത് പോലെ നമ്മളുടെ ഈ ചെറുപ്പത്തെയൊക്കെ മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി അത്ഭുതകരമായ വിജയത്തിന്റെ ജൈത്രയാത്രയാണ് പ്രവാചകന്റെ ജീവിതത്തിലെ ഈ പോരാട്ടങ്ങളെല്ലാം. അവിടെ പരാജയപ്പെട്ട പോരാട്ടങ്ങളിൽ നിന്നും വിജയിച്ച പോരാട്ടങ്ങളിൽ നിന്നുമെല്ലാം വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവത്തിൽ പഠിക്കാനും വായിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.